Hi students, next topic of unit 4, that is character and personality. Character and its factors or vectors. Character അല്ലേ, നമ്മൾ പറയാറുണ്ട് ഒരാളുടെ സ്വഭാവം അല്ലേ, അതിൽ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയെന്നാണ്. സോ അതിൽ components factors which contribute to the overall maturity of one's character. അപ്പോൾ ഒരാളുടെ ക്യാരക്ടറിന് നമ്മളൊരു മെച്യൂരിറ്റി ഉണ്ട് എന്ന് പറയുന്നത് ഓവറോൾ മെച്യൂരിറ്റി ഓഫ് കോൺട്രിബ്യൂട്ട് ടു ദ ഓവറോൾ മെച്യൂരിറ്റി ഓഫ് വൺസ് ക്യാരക്ടർ. ഒരാളുടെ ക്യാരക്ടറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മെച്യൂർഡ് ക്യാരക്ടറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് ഫാക്ടേഴ്സ് ഏതൊക്കെയെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, മോറൽ സ്റ്റെബിലിറ്റി. മോറൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ moral stability, that means the tendency to follow moral code willingly and with satisfaction. അപ്പോൾ ഒരാളുടെ ക്യാരക്ടർ മെച്യൂർഡ് ക്യാരക്ടർ എന്ന് പറയണമെങ്കിൽ അയാളുടെ സ്റ്റെബിലിറ്റി, മോറൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ നമ്മളൊരു ശരിയായ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാം. സോ അയാളൊരു ടെൻഡൻസി അയാൾക്ക് ഉണ്ടായിരിക്കും. അയാൾ ഒരു മോറൽ കോഡ് ഉണ്ടായിരിക്കും അല്ലേ, ഒരു സ്വഭാവം, ക്യാരക്ടർ, ശരിയായ രീതിയിലുള്ള പെരുമാറ്റം. അപ്പോൾ അതൊക്കെ അയാൾ ആക്സെപ്റ്റ് ചെയ്യുക വില്ലിങ്ലി, സന്തോഷത്തോടു കൂടിയും സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടും നമ്മളൊരു മോറൽ റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മോറൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് പറയാം. സോ മോറൽ സ്റ്റെബിലിറ്റി ആണ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ. ഈഗോ സ്ട്രെങ്ത്, ദാറ്റ് ഈസ് പെർസെപ്ച്വൽ അക്യുറസി, റാഷണൽ ജഡ്ജ്മെൻറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ. നമുക്ക് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക, അതേപോലെ കൃത്യമായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ്, റാഷണലായിട്ട് മീൻസ് നമ്മളൊരു ലോജിക്കലായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ്, തീരുമാനങ്ങളെടുക്കുക, ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഫൈനലൈസ് ചെയ്യുക. ദെൻ അപ്രോപ്രിയേറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിളായ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക, കൃത്യമായി മനസ്സിലാക്കുക, കൃത്യമായി തീരുമാനമെടുക്കുക, അതേപോലെ കൃത്യമായിട്ട് നമ്മൾ ആക്ഷൻ എടുക്കുക. ദാറ്റ് ഈസ് ഈഗോ സ്ട്രെങ്ത്. സൂപ്പർ ഈഗോ സ്ട്രെങ്ത്, ദാറ്റ് ഈസ് the degree of inner control over behavior or conscience. ഡിഗ്രി ഓഫ് ഇന്നർ കൺട്രോൾ, നമുക്ക് തന്നെ നമ്മുടെ പെരുമാറ്റത്തിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. സോ ദാറ്റ് ഈസ് സൂപ്പർ ഈഗോ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമുക്ക് ദേഷ്യം വരുന്നുണ്ടാവും, പക്ഷെ നമ്മളത് കൺട്രോൾ ചെയ്യുക. നമുക്ക് തമാശ മറ്റൊരാൾ പറയുമ്പോൾ ചിലപ്പോൾ ചിരിക്കാൻ തോന്നുന്നുണ്ടാവും, സോ നമ്മൾ ചിലപ്പോൾ ചിരിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. സോ അങ്ങനെ അപ്രോപ്രിയേറ്റ്നെസ്സിനനുസരിച്ച് സൂട്ടബിൾ, നമുക്ക് ചിരിക്കേണ്ട സിറ്റുവേഷനിൽ ചിരിക്കാൻ പാടുള്ളൂ, ചിലത് നമ്മൾ ചിരിക്കുമ്പോൾ അത് പ്രശ്നമാവും, അപ്പോൾ കളിയാക്കി ചിരിക്കുന്ന പോലെ ആവും. സോ അങ്ങനെ നമുക്ക് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത്. സ്പോണ്ടാനിറ്റി, ദാറ്റ് ഈസ് ഡയറക്റ്റ് എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സ് ആൻഡ് വിഷസ്. നമ്മൾ നേരിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നേരിട്ട് പറയുക, നമ്മുടെ മനസ്സിലെന്താ തോന്നുന്നത് അത് നേരിട്ട് എക്സ്പ്രസ് ചെയ്യുക. സോ അതൊരു മെച്യൂർഡ് ബിഹേവിയറാണ്. ദെൻ ഫ്രണ്ട്ലിനെസ്, ദാറ്റ് ഈസ് ജനറലൈസ്ഡ് വാംത്ത് ഓഫ് ഫീലിംഗ് ഫോർ അതേഴ്സ്. മറ്റുള്ളവരോടൊക്കെ നല്ല സ്വഭാവം, അതാണ് ജനറലൈസ്ഡ് വാംത്ത് ഓഫ് ഫീലിംഗ്, ഫ്രണ്ട്ലിനെസ്. ഹോസ്റ്റിലിറ്റി, ഗിൽറ്റ് കോംപ്ലക്സ്, സ്ട്രോങ് ഫീലിംഗ് ഓഫ് ഹോസ്റ്റിലിറ്റി ആൻഡ് ഗിൽറ്റ്. ചിലപ്പോൾ നമുക്ക് ദേഷ്യം കൂടുതൽ വരാം. ഗിൽറ്റ് മീൻസ് നമുക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോടൊരു ശത്രുത ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഗിൽറ്റ് ഉണ്ടായിരിക്കും, പശ്ചാത്താപം, ഇതെല്ലാം ഉള്ള ആൾക്കാരായിരിക്കും. ഹോസ്റ്റിലിറ്റി, ഗിൽറ്റ് എന്ന് നമുക്ക് അങ്ങനെയും എന്താ പറയുക, ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളുടെ സ്വഭാവം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്, എലമെൻറ്റ്സ്, ഒരാളുടെ ക്യാരക്ടറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ്. ഇനി ക്യാരക്ടർ, പേഴ്സണാലിറ്റി, പാറ്റേൺസ്. ഇതിൽ ഡിഫറെൻറ്റ് പാറ്റേൺസ് പറയുന്നുണ്ട്. എമോറൽ ടൈപ്പ്, എക്സ്പീഡിയൻറ്റ് ടൈപ്പ്, കൺഫർമിംഗ് ടൈപ്പ്, ദർ ഇറാഷണൽ, കൺസെൻസസ് ടൈപ്പ്, ദ റാഷണൽ, ആൾട്രൂയിസ്റ്റിക് ടൈപ്പ്. അങ്ങനെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന ക്യാരക്ടർ, പേഴ്സണാലിറ്റി പാറ്റേൺസ് തിരിച്ചിട്ടുണ്ട്. On the basis of relative strength of 6 factors,
അപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോരുത്തരുടെ സ്വഭാവം നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 5 ക്യാരക്ടർ പേഴ്സണാലിറ്റി പാറ്റേൺസ് ഹാവ് ബീൻ ഫൗണ്ട്. 5 തരത്തിലുള്ള പാറ്റേൺസ് കണ്ടുപിടുത്തിയിട്ടുണ്ട്, ക്യാരക്ടർ പാറ്റേൺസ്. ദീസ് ക്യാരക്ടർ ഓർഗനൈസേഷൻസ് ആർ ഫസ്റ്റ് വൺ എമോറൽ ടൈപ്പ്. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് പറയുന്നത് എമോറൽ ടൈപ്പ്. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിട്ട് പിന്നെ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എമോറൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ മോറൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും, ഈ പറഞ്ഞതൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞ ക്യാരക്ടർ സൂപ്പർ ഈഗോ, സ്ട്രെങ്ത്, ഫ്രണ്ട്ലിനെസ്, ഹൈ ഇൻ ഹോസ്റ്റിലിറ്റി ആൻഡ് ഗിൽറ്റ്. ദെൻ എക്സ്പീരിയൻറ്റ് ടൈപ്പ് ആണെങ്കിൽ അതിൽ ബിലോ ആവറേജ് ഈഗോ സ്ട്രെങ്ത് ആയിരിക്കും. നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് എങ്ങനെയൊക്കെ വരുന്നു എന്നാണ്. സൂപ്പർ ഈഗോ സ്ട്രെങ്ത് ആയിരിക്കും, മോറൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും, ഫ്രണ്ട്ലിനെസ് ഉണ്ടായിരിക്കും, ഹോസ്റ്റിലിറ്റി ആൻഡ് ഗിൽറ്റ് ഉണ്ടായിരിക്കും. കൺഫേമിംഗ് ടൈപ്പ് എന്ന് പറയുമ്പോൾ മോഡറേറ്റ് ഈഗോ, സൂപ്പർ ഈഗോ ആൻഡ് ഫ്രണ്ട്ലിനെസ്. ഇറാഷണൽ കോൺഷ്യൻസസ് ടൈപ്പ് എന്ന് പറയുമ്പോൾ വീക്ക് ടു മോഡറേറ്റ് ഇൻ ഈഗോ സ്ട്രെങ്ത്, ലോ ഇൻ ഫ്രണ്ട്ലിനെസ്, ഹൈ ഇൻ ഹോസ്റ്റിലിറ്റി, ഗിൽറ്റ് ആൻഡ് സൂപ്പർ ഈഗോ സ്ട്രെങ്ത്. റാഷണലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആൾട്രൂയിസ്റ്റിക് ടൈപ്പ്, ദാറ്റ് ഈസ് ഹൈ ഇൻ ഈഗോ സ്ട്രെങ്ത്, സൂപ്പർ ഈഗോ സ്ട്രെങ്ത്, മോറൽ സ്റ്റെബിലിറ്റി, സ്പോണ്ടാനിറ്റി ആൻഡ് ഫ്രണ്ട്ലിനെസ്. ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ഈ പറയുന്ന ടൈപ്പിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫാക്ടേഴ്സിൻ്റെ എന്താ മീനിങ് നമ്മൾ പറഞ്ഞു. ഇനി അത് ഏതൊക്കെയാണ് നമ്മുടെ ഇതിൽ വരുന്നത് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആരാണ് എമോറൽ ടൈപ്പ് ഇൻഡിവിജ്വൽ? എമോറൽ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ആരാണ്? എമോറൽ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുന്നത് ഒരു ചെറിയ കുട്ടി, ഇൻഫാൻറ്റ്, ആ കുട്ടി എമോറൽ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ അറിയപ്പെടുന്നു. കാരണം ആ കുട്ടിക്ക് മോറൽ എന്താ ഇമ്മോറൽ എന്താണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയാത്തൊരു സ്റ്റേജാണ് ഈ ചെറിയ കുട്ടികൾ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എമോറൽ എന്ന് പറയുന്നത്. സോ അവിടെ ഇന്നാക്യുറേറ്റ് പെർസെപ്ഷനാണ്, ഹൈലി അൺസ്റ്റേബിൾ ഇമോഷൻസ് ഒന്നും സ്റ്റേബിൾ ആയിട്ടുണ്ടാവില്ല. അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാവില്ല, കറക്റ്റ് ആവണമെന്നില്ല. സെൽഫ് കൺട്രോൾ ഉണ്ടാവില്ല. ഹിസ് ഓർ ഹർ ബിഹേവിയർ ഈസ് ഡിറ്റർമിൻഡ് ബൈ റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ്. അപ്പോൾ അവരുടെ ബിഹേവിയർ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്, കുട്ടികളുടെ എങ്ങനെയാണ്, നമ്മൾ റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റിലൂടെയാണ് കുട്ടികൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ അമോറൽ ടൈപ്പും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കുന്നത് റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റിലൂടെയാണ്. Adult amoral type becomes arrested at a infantile stage of development. In some extreme cases, adult psychopath personalities of this type. അപ്പോൾ ഇതിൽ ചിലപ്പോൾ അഡൾട്ടായ ആൾക്കാർ വരാറുണ്ട്, സൈക്കോപാത്തായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാം, അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിവില്ല. അതേപോലെ തന്നെ ഇമോഷൻസ് അൺസ്റ്റേബിൾ ആയിരിക്കും, സെൽഫ് കൺട്രോൾ കുറവായിരിക്കും. അവരുടെ റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റിലൂടെയാണ് അവരുടെ എല്ലാം അവർ മനസ്സിലാക്കുന്നത്. പലപ്പോഴും വീട്ടിൽ നിന്ന് ഓടിപ്പോവുക, നോണ ഭയങ്കരമായിട്ട് പറയുന്ന സ്വഭാവം, അതേപോലെ തന്നെ ചിലപ്പോൾ മറ്റുള്ളവരുടെ ഒപ്പ്, അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് ഒരു 20-year-old ബോയിനെ കുറിച്ചാണ്. അതാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. ഇപ്പോൾ ഡിസ്ട്രിക്ട് കോർട്ട് നോക്കിയപ്പോൾ അതിൻ്റെ സോഷ്യൽ ഹിസ്റ്ററി എന്ന് പറയുന്ന പാറ്റേൺ ഇങ്ങനെയാണ്. വയലൻസ് ടെമ്പർ ആയിരുന്നു, അതേപോലെ തന്നെ ഇറസ്പോൺസിബിൾ ബിഹേവിയർ ആണ്. നമ്മൾ എന്ത് പ്രവർത്തിക്കും അതിൻ്റെ ആക്ഷൻ നോക്കാതെ ചെയ്യുന്നു, കോൺസിക്വൻസസ് നോക്കാതെ ചെയ്യുന്ന ഒരു ബോയാണ്. 20-year-old ബോയിനെ കുറിച്ചാണ് പറഞ്ഞത്. അച്ഛൻ്റെ സിഗ്നേച്ചറൊക്കെ കള്ളൊപ്പൊക്കെ ഇട്ട് ചെക്കൊക്കെ ഒപ്പിട്ട് അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. സോ അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴാണ് ഈ പറഞ്ഞ സ്റ്റോറീസൊക്കെ ആ കുട്ടി വളരെയധികം ഫാബ്രിക്കേറ്റിംഗ് സ്റ്റോറീസ് ഉണ്ടാക്കുന്നു. സുപ്പീരിയർ ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട്, ബട്ട് ഹി കുഡ് റാഷണലൈസ് ഹിസ് ബിഹേവിയർ ഇൻ എഫക്റ്റീവ് മാനർ. അങ്ങനെ ബുദ്ധിയൊക്കെ ശക്തിയുള്ള കുട്ടി തന്നെയാണ്, പക്ഷേ പെരുമാറ്റം ഇങ്ങനെ പ്രശ്നമുള്ളതാണ്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഈ പറയുന്ന അമോറൽ ഇൻഡിവിജ്വൽ. നെക്സ്റ്റ് എക്സ്പീരിയൻറ്റ് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ അവർക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടായിരിക്കും. ആൻഡ് ഓണസ്റ്റി ഡിസോണസ്റ്റി ഡിപ്പെൻഡ്സ് ഓൺ സിറ്റുവേഷൻസ്. അവർ സത്യസന്ധരാണോ അല്ലെന്ന് തീരുമാനിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. അതേപോലെ ഹി ഹാസ് നോ internalized set of ideas, has no consensus or super ego. അവർക്ക് സൂപ്പർ ഈഗോ ഇല്ല,
ഒരു കൺസെൻസസ് ഇല്ല, സെറ്റ് ഓഫ് ഐഡിയാസ് ഒന്നുമില്ല. സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതാണ് ഞാൻ ഷോർട്ടായിട്ട് പറയുന്നത്. ഇതിലൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, who have learned about social rewards and punishment patterns of their culture and are controlled by immediate consequences. ഇവർക്ക് ഇതെല്ലാം അറിയാം, എന്തൊക്കെയാണ് സോഷ്യൽ റിവാർഡ്സ്, എന്താണ് പണിഷ്മെൻ്റ്, എന്താണ് കൾച്ചറിനെ കുറിച്ച് അറിയാം. അതേപോലെ തന്നെ ഇമ്മീഡിയറ്റ് കോൺസിക്വൻസസ്, എന്തെങ്കിലും ഇതുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന് അറിയാം. അപ്പോൾ അവർ സെൽഫ് സെൻറ്റേർഡ് ആണ്, അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഓണസ്റ്റി ഡിസോണസ്റ്റി ഡിപ്പെൻഡ്സ് ഓൺ their അഡ്വാൻറ്റേജ്. അവർക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ് അവരുടെ ഓണസ്റ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇതിലൊരു എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോൾ ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 9 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സാധാരണയായിട്ട് they feel sorry for lies to do not to work but not for undetected lies. അതായത് അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർ സോറി പറയും, റിഗ്രറ്റ് ചെയ്യും. പക്ഷെ അവർ കണ്ടുപിടിക്കാത്ത തെറ്റുകൾ ഒരിക്കലും അവർ സമ്മതിക്കില്ല. Then adult expedient may act honestly because it's good for business to have truth telling reputation and to have people's confidence in him. അഡൾട്ട് ആവുന്ന കുട്ടികൾ ചിലപ്പോൾ സത്യം പറയും, കാരണം അവർക്ക് എന്താ അറിയാം, അത് അവരുടെ റെപ്യൂട്ടേഷന് നല്ലതാണ്, ജനങ്ങളിൽ വിശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇവർ സത്യം പറയാറുണ്ട്. ഇനി അവർക്ക് റിവാർഡ്സ് കുറച്ചുകൂടി കൂടുതൽ കിട്ടുകയാണെങ്കിൽ അവർ നുണ പറയാൻ തയ്യാറാണ്. അവർക്കൊരു സിറ്റുവേഷൻ തോന്നുകയാണെങ്കിൽ നുണ പറയുന്നതാണ് നല്ലത് തോന്നിയാൽ അവരതിന് മടിക്കില്ല. പക്ഷേ അവരെന്നെ പിടിക്കപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ അവർ സത്യസന്ധരാവാൻ ശ്രമിക്കാറുണ്ട്. ഹി ഹാസ് നോ ഇൻ്റർനൈസ്, അവർക്കൊരു ഐഡിയാസും സൂപ്പർ ഈഗോസും ഒന്നുമില്ല. അവരുടെ ഗുണത്തിന് ബെനിഫിറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന എക്സ്പീരിയൻറ്റ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. അവർക്ക് ബെനിഫിറ്റ് എന്തോ അത് അവർ ചെയ്യും. നെക്സ്റ്റ് കൺഫോമർ ആണ്. കൺഫോമർ എന്ന് പറയുമ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് സോഷ്യൽ നോംസ്, സൊസൈറ്റിയിൽ വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യും. അതേപോലെ തന്നെ അവർക്ക് എല്ലാം സോഷ്യൽ സാങ്ഷൻസ് എല്ലാം അവർ എക്സ്റ്റേണൽ കൺട്രോളാണ്. അവർക്ക് പുറമേ നിന്നുള്ളവരെന്ത് പറയുന്നു അതിനനുസരിച്ചിട്ട് അവർ ചെയ്യും. ഫീൽ അൺകംഫർട്ടബിൾ വെൻ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആർ വയലേറ്റഡ്. ഇനി നമുക്ക് എന്തെങ്കിലും ചില കാരണത്താൽ അത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഇറിറ്റേഷൻ തോന്നും. അപ്പോൾ അവർ കസ്റ്റംസ് ഒക്കെ എപ്പോഴും ആത്മാർത്ഥമായിട്ട് ഫോളോ ചെയ്യുന്നവരാണ് ഈ കൺഫോർമർ എന്ന് പറയുന്നത്. ദെൻ ചിൽഡ്രൻ ഇൻ ദ മിഡിൽ ആൻഡ് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ചിൽഡ്രൻ ഇൻ ദ മിഡിൽ ആൻഡ് ലേറ്റ് ചൈൽഡ്ഹുഡ് സ്റ്റേജ് ഓഫ് ദെയർ ഡെവലപ്മെൻറ്റ് ഓഫൺ ഡിസ്പ്ലേ കൺഫോമിങ് പാറ്റേൺ ഓഫ് സോഷ്യൽ ബിഹേവിയർ. ഏകദേശം ചൈൽഡ്ഹുഡിൻ്റെ മിഡിൽ സ്റ്റേജിൽ വരുന്ന കുട്ടികളാണ് പൊതുവേ ഈ ഒരു ഇത് കാണിക്കാറ്, സോഷ്യൽ ബിഹേവിയർ. അപ്പോൾ ഇവിടെ സാധാരണ കുട്ടികൾ റൂൾസ്, സോഷ്യൽ ഗ്രൂപ്പിൻ്റെ അവർ ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ടാവും, ആ ഗ്രൂപ്പിൻ്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ ഫോളോ ചെയ്യും. അതേപോലെ തന്നെ ആരെങ്കിലും കളിയാക്കുന്ന ഒരവസ്ഥ അവർക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവരെല്ലാ റൂൾസും ഫോളോ ചെയ്യും. അതേപോലെ തന്നെ in reality he tries to gain sympathy and confidence of the social group. പിന്നെ അവർക്ക് എന്താണ്, എല്ലാവരും അവരെന്നെ സിമ്പതി, അവർക്ക് കോൺഫിഡൻസും അവർക്ക് കിട്ടും. സോഷ്യൽ ഗ്രൂപ്പിൽ അവർക്ക് സിമ്പതിയും കോൺഫിഡൻസും കിട്ടുന്ന ആൾക്കാരാണ്. അതായത് അവർ ആത്മാർത്ഥമായിട്ട് ഫ്രം ദ കോർ ഓഫ് ഹിസ് ഹാർട്ട്, ആത്മാർത്ഥമായിട്ടും കൺവെൻഷണലായിട്ടും റിജിഡായിട്ടും അവരെല്ലാ കാര്യവും ഫോളോ ചെയ്യും. അതായത് അതേപോലെ തന്നെ അവരെന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് റൂൾസ് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദേ ഫീൽ അഷെയിംഡ്, അതാണ് അവർക്ക് തോന്നും. റൈറ്റ് എന്ന് പറഞ്ഞാൽ ആ സോഷ്യൽ റൂൾ പ്രകാരം ആക്ട് ചെയ്യുന്നതിനെ അവർ റൈറ്റ് എന്ന് പറയുന്നത്. ശരിയായ കാര്യം എന്ന് പറഞ്ഞാൽ സൊസൈറ്റി എന്ത് പറയുന്നു അതാണ് ശരിയായ കാര്യം. അതേപോലെ തന്നെ ഇതാരെങ്കിലും ബ്രേക്ക് ചെയ്യുമ്പോൾ, വയലേറ്റ് ചെയ്യുമ്പോൾ അവർക്കത്
അവർ തന്നെ വയലേറ്റ് ചെയ്യുകയാണെങ്കിലും അവർക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യാൻ അവർക്ക് തീരെ താല്പര്യമില്ല. ഇതിലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടീനെ കുറിച്ച്, വീണ എന്ന് പറയുന്ന കുട്ടി മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയൻ ആണ്. അതേപോലെ തന്നെ കുട്ടികളുടെ മിസ്ലീഡൊന്നും അച്ഛന് ഇഷ്ടമല്ല. വീണയുടെ അമ്മ വളരെ എഫിഷ്യൻ്റ് ആൻഡ് പാസീവ് പേഴ്സൺ ആണ്. രണ്ടുപേരും റിലീജിയസ് ആണ്, പ്രേയേഴ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണ്. വീണയുടെ വീടിനും എൻവിയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ സെൽഫ് എക്സ്പ്രഷൻ, നാഷണാലിറ്റി ഒക്കെ ആ കുട്ടിയിലുണ്ട്. 10 വയസ്സായപ്പോൾ സുപ്പീരിയർ ഇൻഡിവിജ്വലാണ്. പാരൻസിനെ സംബന്ധിച്ചിടത്തോളം, ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി വളരെ നല്ലൊരു കുട്ടിയാണ്. റെസ്പോൺസിബിളാണ്, എല്ലാ ടാസ്കും കറക്റ്റ് ടൈമിൽ ചെയ്യും, എല്ലാ വർക്കും കറക്റ്റായിട്ട് ചെയ്യും. പൊളൈറ്റാണ്, ഓണസ്റ്റാണ്, കൺട്രോൾഡാണ്. അതേപോലെ തന്നെ പാരൻസിനെയും ടീച്ചേഴ്സിനെയൊക്കെ നല്ലോണം റെസ്പെക്റ്റ് ചെയ്യും. അവരെ സംബന്ധിച്ചൊക്കെ നല്ല അഭിപ്രായമാണ്. എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. യങ്ങർ ബ്രദേഴ്സിനെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കും. അതേപോലെ തന്നെ പാരൻസിനെ ഡിസൊബേ ചെയ്യുന്നത് ശരിയല്ല ഒക്കെ ആ കുട്ടിക്ക് അറിയാം. ടീച്ചേഴ്സിനോട് തിരിച്ച് മറുപടി പറയുന്നത്, തർക്കുത്തരം പറയില്ലേ, തിരിച്ച് പറയുന്നത് തെറ്റാണെന്നൊക്കെയാണ് ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുക. അതേപോലെ തന്നെ വീണ വാസ് 15 വയസ്സായപ്പോൾ കുറേശ്ശായിട്ട് പോപ്പുലാരിറ്റി നഷ്ടപ്പെട്ടു തുടങ്ങി. ഷീ അസോസിയേറ്റ് വിത്ത് ഓൺലി ദീസ് ബോയ്സ് ഓർ ഗേൾസ് ഹൂ വർ ജസ്റ്റ് ലൈക്ക് ഹർ. അവളെപ്പോലുള്ളവരുടെ അടുത്ത് മാത്രമാണ് പിന്നെ അവൾ സംസാരിക്കാനും ഒക്കെ ചെയ്യാറുള്ളൂ. ഓവർ ആങ്ഷ്യസ് ആയിരുന്നു. മിസ്റ്റേക്ക് വരാതിരിക്കാൻ ആ കുട്ടി മാക്സിമം ശ്രമിക്കുമായിരുന്നു. പാറ്റേൺ ഓഫ് ബിഹേവിയർ ദാറ്റ് വാസ് കൺസിഡേർഡ് ഡിസൈറബിൾ ഓൾ ദ ഏജ് ഓഫ് 10 ഹാഡ് റിമെയിൻഡ് അൺചേഞ്ച്. പക്ഷെ ആ കുട്ടി മനസ്സിലുള്ള സ്വഭാവം അതുപോലെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എൽഡേഴ്സ് ആ കുട്ടീനെ ഇമ്മച്വർ എന്ന് പറയാൻ തുടങ്ങി. Veena's behavior was rigid rather than spontaneous. She had a good deal of social anxiety, though she pretended to look like her classmates. But in reality, she was unable to display depth of feelings towards them. അപ്പോൾ ആ കുട്ടിക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ആരോടും ഇല്ല. അങ്ങനത്തെ ഒരു കുട്ടിയായിട്ട് ആ കുട്ടി മാറി. അതാണ് പറയുന്നത്. ചെറിയൊരു എക്സാമ്പിൾ എന്ന് പറയാം സ്വഭാവത്തിനെ കുറിച്ച്. അപ്പോൾ നമ്മളൊരു സോഷ്യൽ പാറ്റേൺസ് സെയിം അതുപോലെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഈ പറഞ്ഞ കൺഫേമർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ ഇറാഷണൽ കോൺസെൻറ്റിയസ് പേഴ്സണാലിറ്റി. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടൊരു പെരുമാറ്റം, ഇൻറ്റേർണലൈസ്ഡ് ബിഹേവിയർ കോഡ് ഉണ്ടായിരിക്കും, സ്ട്രോങ് ബിലീവ്സ് ഉണ്ടായിരിക്കും, വിശ്വാസം. ദ ടോട്ടൽ ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ ഈസ് ഗൈഡഡ് ബൈ ദിസ് കോഡ് ഓഫ് കണ്ടക്ട്. അവരുടെ ടോട്ടൽ ബിഹേവിയർ ഇതെല്ലാം ഗൈഡ് ചെയ്യുന്നത് അവരുടേതായ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടായിരിക്കും. അവർ ഓണസ്റ്റ് ആയിരിക്കും. ഷീസ് ക്യാരി ഔട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ നോട്ട് ദ പേഴ്സൺ ഇസ് അപ്രൂവ് ഓഫ് ഇറ്റ്സ് ഇറസ്പെക്റ്റീവ് കോൺസിക്വൻസ്. അവർ കോൺസിക്വൻസസ് നോക്കില്ല, അവർ ഓണസ്റ്റ് ആയിരിക്കും. ഇനി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും ആ കോഡും തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യും? ഇൻറ്റഗ്രിറ്റീനെ വയലേറ്റ് ചെയ്യും. കോഡ് ഓഫ് കണ്ടക്റ്റാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ എന്താണ്? ദി ഇറാഷണൽ കമ്പോണൻറ്റ് ഓഫ് ദി സിൻഡ്രോം കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ ബ്ലൈൻഡ് alley. Such an individual develops a rigid logic right system, functions automatically and with regards to social consequences. അവർ റിജിഡ് മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരായിട്ട് ഇവർ മാറും. കോൺസിക്വൻസസ് എന്തോന്ന് നോക്കില്ല, അവർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കും.
പിന്നെന്താ പറയുന്നത്, സച്ച് പീപ്പിൾ ഡു നോട്ട് റെക്കഗ്നൈസ് ദാറ്റ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് വിച്ച് ദേ ഹാവ് ഇൻറ്റർണലൈസ്ഡ് ആർ ഒറിജിനലി മാൻമേഡ്. അവരെന്താണ് നിയമം അത് അതനുസരിച്ച് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കത് ഇത് മനുഷ്യനുണ്ടാക്കിയതാണ്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിൻ്റേതായ ഡ്രോബാക്സ് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടായിരിക്കും. പക്ഷെ അത് അവരത് മനസ്സിലാക്കില്ല. അവരതെന്തോ അതുപോലെ ഫോളോ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ഇറാഷണൽ കോൺഷ്യൻസസ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അവരെ ലോജിക്കലായിട്ട് ചിന്തിക്കുന്നവരൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും അവർ കൂടുതലായിട്ട് എന്താണോ നിയമം പറയുന്നത് അത് അതുപോലെ ഫോളോ ചെയ്യും. അങ്ങനത്തെ ആൾക്കാരാണ്. പിന്നെ അടുത്ത റാഷണൽ ആൾട്രൂയിസ്റ്റിക് പേഴ്സൺ. ചുരുക്കി പറയുകയാണെങ്കിൽ അവർക്ക് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഹയസ്റ്റ് ലെവലുള്ള ആൾക്കാരാണ് ഈ റാഷണൽ ആൾട്രൂയിസ്റ്റിക് പേഴ്സൺ എന്ന് പറയുന്നത്. അവർക്കൊരു അപ്രോപ്രിയേറ്റ് ഇൻറ്റേർണൽ മോറൽ പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും, സ്യൂട്ടബിളായ മോറൽ പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അവരുടെ എല്ലാ പ്രിൻസിപ്പിൾസും അവർക്ക് മാറ്റം, സർക്കംസ്റ്റാൻസസ് സാഹചര്യത്തിനനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യും, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ അവർ മാറ്റം വരുത്താൻ തയ്യാറായിരിക്കും. അവർ ഓണസ്റ്റ് ആയിരിക്കും, ലോയലായിരിക്കും. പിന്നെ അവർ ആൾട്രൂയിസ്റ്റിക് ആണ്. ആൾട്രൂയിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസിഡേർഡ് അൾട്ടിമേറ്റ് വെൽഫെയർ ആണ്. അവരുടെ ലക്ഷ്യം എല്ലാവർക്കും സന്തോഷം വേണം എന്നാണ്. അതേഴ്സ് ആസ് വെൽ ആസ് ഹിംസെൽഫ്. അതായത് എനിക്കും മറ്റുള്ളവർക്കും സന്തോഷം പകരുന്നത് എന്തോ അത് ഫോളോ ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. അങ്ങനത്തെ ആൾക്കാരാണ് റാഷണൽ ആൾട്രൂയിസ്റ്റിക് എന്ന് പറഞ്ഞത്. ഏറ്റവും നല്ലൊരു ക്യാരക്ടർ പാറ്റേൺ ആണ് ഇത് പറയുന്നത്. അവരൊരു ഒരു ഓപ്പൺ സിസ്റ്റമാണ് അവരുടെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ക്ലോസ്ഡ് അല്ല, ഓപ്പൺ സിസ്റ്റമാണ്. എന്ത് വേണമെങ്കിലും മാറ്റം വരുത്താൻ അവരവരുടെ പ്രിൻസിപ്പിൾസിൽ മാറ്റം വരുത്താൻ തയ്യാറാണ്. അത് മാത്രമല്ല അവരുടെ ബിഹേവിയർ മാത്രമല്ല മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റ് കൂടി അവർ കൺസിഡർ ചെയ്യാറുണ്ട്, എഫക്റ്റ് ചെയ്യാറുണ്ട് അവരുടെ തീരുമാനങ്ങളിലൊക്കെ. പിന്നെ he does not blindly follow internalized rules of principles without regard to the social effect on others. തൻ്റെ മനസ്സിൽ തോന്നുന്നത് അതുപോലെ ഫോളോ ചെയ്യില്ല, അതിൻ്റെ സോഷ്യൽ എഫക്റ്റ് കൂടി നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക അവർ ഫോളോ ചെയ്യുള്ളൂ. അവരുടെ സ്വഭാവം ഫ്ലെക്സിബിൾ ആയിരിക്കും. അവർ നിയമമല്ല നോക്കുക, അവരുടെ നിയമത്തിലെ ആത്മാവാണ് നോക്കുക. ലെറ്റർ അല്ല നോക്കുക, അതിൻ്റെ സ്പിരിറ്റാണ് നോക്കുക. ആത്മാവിന് അതിൻ്റെ കണ്ടൻറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ് റാഷണൽ ആൾട്രൂയിസ്റ്റ്. നല്ല ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് റാഷണൽ ആൾട്രൂയിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇറാഷണൽ എന്ന് പറയുമ്പോൾ അവരത്ര ബുദ്ധിപരമായി ചിന്തിക്കില്ല, എന്താണോ നിയമം പറയുന്നത് അതുപോലെ ഫോളോ ചെയ്യും. കൺഫോമർ എന്ന് പറയുമ്പോൾ അവർ കുറച്ചൊക്കെ പ്രിൻസിപ്പിൾസൊക്കെ സോഷ്യൽ നോംസിനനുസരിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. എക്സ്പീഡിയൻറ്റ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചൊക്കെ സെൽഫ് കൺട്രോളും ഓണസ്റ്റിയൊക്കെ ഉണ്ടായിരിക്കും. സൂപ്പർ ഈഗോ ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. അല്ല, ഇൻറ്റേർണലൈസ്ഡ് സെറ്റ് ഓഫ് ഐഡിയാസ് ഒന്നുമില്ല. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവർ ചിലപ്പോൾ സ്വഭാവത്തിൽ മാറ്റം വരുത്തും. ആത്മാർത്ഥതയൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലേ. പിന്നെ അമോറൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഇതില്ല, ഒരു ഇൻഫൻറ്റ് കുട്ടികളെ പോലെയാണ്. അവരെന്താ ചെയ്യുക എന്താ പറയുക അവർക്ക് തന്നെ അറിയില്ല. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയാണ് അമോറൽ ഇൻഡിവിജ്വൽ പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഇതാണ് പേഴ്സണാലിറ്റി പാറ്റേൺസ്. ഇതോടുകൂടി ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ അതേപോലെ ഈ ബ്ലോക്ക് ഓഫ് 3 നമ്മൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, താങ്ക് യു.